നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. വിദ്യയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. വിദ്യയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഗുരുശ്രേഷ്ഠന്മാരെ, ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ അക്ഷരസ്നേഹിതരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും അതിൻ്റെ പ്രചോദനവും ദർശനാന്താരാഷ്ട്ര പുസ്തകമേളയുടെ സ്ഥാപക മുഖ്യ രക്ഷാധികാരിയായി, ഞങ്ങളുടെ ചാലകശക്തിയായി 27 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന പത്മഭൂഷൺ മാത്തുക്കുട്ടിച്ചായൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സാദരം പ്രണാമം അർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അക്ഷരനഗരയുടെ അക്ഷരമാമാങ്കത്തിന് ഇന്നിവിടെ തിരുനക്കരയിൽ തിരിതെളിയുകയാണ്. കോട്ടയം നഗരസഭയും മഹാത്മാഗാന്ധി സർവകലാശാലയും ജില്ലാ ഭരണകൂടവും സംയുക്തമായി ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വായനയുടെ വാതായനങ്ങൾ തുറക്കുവാൻ, ആദ്യത്തെ സാക്ഷര ജില്ലയായിട്ട് അഭിമാനം കൊള്ളുന്ന കോട്ടയത്തെ ഒരു പടി കൂടെ മുന്നോട്ട് നയിക്കുവാൻ ഇന്ന് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് നിർത്തുന്നു. CMI സഭയുടെ ദർശനത്തിലൂടെ മുന്നേറുന്ന ദർശന സാംസ്കാരിക കേന്ദ്രത്തിന് കോട്ടയം സെന്റ് ജോസഫ്സ് പ്രോവിൻസിന്റെ ശക്തമായ പിന്തുണ എന്നും കരുത്ത് നൽകുന്നുണ്ട്. സെന്റ് ജോസഫ്സ് പ്രോവിൻസ് വിവിധങ്ങളായ മേഖലകളിലും എല്ലാ മേഖലകളിലും നേതൃത്വം കൊടുക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന CMI സഭയുടെ പ്രവർത്തനങ്ങളിലെ വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ് ദർശന കൾച്ചറൽ സെന്ററും ദർശന അക്കാഡമിയും ഒക്കെ. മനുഷ്യന്റെ സമഗ്ര വളർച്ച അവന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, ബൗദ്ധിക തലങ്ങളോടൊപ്പം ആധ്യാത്മിക തലങ്ങളിലും ഊന്നി നിൽക്കണമാകണം എന്ന് കൂടിയുറച്ചുകൊണ്ട് പുതിയ ദർശനങ്ങളും ഉൾക്കാഴ്ചകളും നൽകുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് CMI സഭയുടെയും CMI സഭ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം. വർണ്ണവർഗ മത വ്യത്യാസമില്ലാതെ മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയാണ് ദൈവത്തിലേക്കുള്ള അവരുടെ പ്രയാണമെന്ന് മനസ്സിലാക്കുകയും മനുഷ്യനെ വളർത്തുവാൻ വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കോട്ടയം അക്ഷര നഗരത്തിന് സമഗ്രമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദർശന അക്കാഡമിയും ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയും. പുതിയ വിഷയം അവതരിപ്പിക്കേണ്ടതില്ല. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 27 വർഷമായി ഇതിനോട് സഹകരിക്കുകയും വളരെ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ പുസ്തകമേള വായനയുടെ ഉത്സവമാക്കി മാറ്റുവാൻ കോട്ടയംകാരായ നിങ്ങൾ ഓരോരുത്തരും ഇതിനോട് താല്പര്യപൂർവ്വം സഹകരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ മേള ഇവിടെ നടത്തുന്നു. മറ്റെല്ലാ വ്യാവസായിക മേളകളെക്കാളും വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പുറകിൽ. ഒരു പുസ്തകം ഒരാൾ വാങ്ങുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആളിന്റെ താല്പര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പുസ്തകം വാങ്ങും.
പുസ്തകം വായനയുടെ ലോകത്തു നിന്ന് വളരെ പുറകോട്ട് പോയൊരു കാലഘട്ടമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വേലിയേറ്റത്തിൽ തള്ളപ്പെട്ടു പോയത് വായനയുടെയാണ്. ഒരു കാലത്ത് സാഹിത്യകാരന്മാരെ സംഭാവന ചെയ്യുകയും അവരാൽ നയിക്കപ്പെടുകയും വളരുകയും ചെയ്ത സാഹിത്യ പ്രവർത്തക സഹകരണ സംഘങ്ങൾ പോലും ശ്മശാന ഭൂമിയിലെ മൂകതയായി നിലകൊള്ളുന്നൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടൊരു പുനർജീവൻ ഉണ്ടാകാൻ 27ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഈ അന്താരാഷ്ട്ര പുസ്തകമേള സങ്കല്പിച്ച ഘട്ടത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് അതിനെനിക്കുള്ള യോഗ്യത കൊണ്ടൊന്നുമല്ല, ഞാനുമായിട്ട് സുഹൃത്ത് ബന്ധപ്പെട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കും. ഒരു പുസ്തകമേള ഉദ്ഘാടനം ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, പുസ്തക ലോകത്തോട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പലതും നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു പുസ്തകം നമ്മുടെ രാജ്യത്തെ പുസ്തകം മാത്രമല്ല, വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ തർജ്ജമയിലൂടെ എത്തിയിട്ടുണ്ടാവും. ലോക സാഹിത്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വായനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സമൂഹത്തിൽ സത്യവും സത്യവും ആത്യന്തികമായി കുറിക്കപ്പെടുന്നത് സാഹിത്യത്തിലൂടെയാണ്. സാഹിത്യത്തിലൂടെ ഒരു സഞ്ചാരം, അക്ഷരങ്ങളുടെ സഞ്ചാരം, അതിന് അതിർവരമ്പുകളൊന്നുമില്ല. വൈജ്ഞാനിക മേഖല എവിടെയും തുടങ്ങുന്നു അവസാനിക്കുന്നു ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ സമീപകാലത്ത് നടന്ന രണ്ടാമത്തെ മഹോത്സവമായി മാറിത്തീരട്ടെ, അതെല്ലാ അർത്ഥത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ, അങ്ങ് മന്ത്രിയുമായതുകൊണ്ട് പറയാം, ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തത്, ശരി, IAS ഒരു അലിഖിത നിയമമുണ്ട്. IAS പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാൻ വയ്യ. ഞാൻ ആ നിയമം ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ആ നിയമം തെറ്റിച്ചത് ഹൈമവത് ഭൂവിൽ എന്നൊരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ മന്ത്രിയായ അങ്ങ് എന്നെ കൊണ്ട് നിയമം ലംഘിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു കുറ്റപത്രവും ഞാൻ സദസ്സിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഏതായാലും കോട്ടയത്ത് പുസ്തകം എന്ന് പറയുന്ന ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ വിപ്ലവം സംഘടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അയൽക്കാരൻ അക്ഷരം തരൂ എന്ന് പറഞ്ഞൊരു വിപ്ലവം സംഘടിപ്പിച്ചത് കോട്ടയത്താണ്. 100% സാക്ഷരതയുടെ പിന്നിൽ ഉണ്ടായിരുന്ന ചേതവികാരം അതാണ്. അയൽക്കാരനെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വലിയ സാമൂഹ്യ വിപ്ലവം നടന്ന ജില്ലയിലാണ് ഇന്നിവിടെ അന്താരാഷ്ട്ര പുസ്തകമേള നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വലിയ പ്രാധാന്യമുണ്ട്. ഗ്രന്ഥകാരൻ മരിക്കും, പക്ഷെ ഗ്രന്ഥങ്ങൾ മരിക്കുന്നില്ല, ആശയങ്ങൾ മരിക്കുന്നില്ല. ആശയങ്ങൾ ആവിഷ്കരിച്ചവർ മരിച്ചെന്നിരിക്കും. മിൽട്ടൺ പറയുന്നു, എ ഗുഡ് ബുക്ക് ഈസ് എ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ് എന്ന്. ഇതെന്നെ ആദ്യം പഠിപ്പിച്ച നമ്പൂരി സാറാണ്, അരിയപ്പറ്റിക്ക. എ ഗുഡ് ബുക്ക് ഈസ് എ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ്. ഹഡ്സൺ പറയുന്നു, എ ട്രൂ പോയം ഈസ് ബോൺ ഔട്ട് ഓഫ് ലൈഫ്.
ജീവിതത്തിൽ താനെ പൊട്ടിമുളയ്ക്കുകയാണ് യഥാർത്ഥ കാവ്യം എന്ന്. വേഴ്സ്വർത്ത് പറയുന്നത് poetry is a spontaneous overflow of powerful feelings. It is it is emotions recollected in tranquility. സാഹിത്യ ആസ്വാദകരുമായി ചേർന്ന് പ്രസാധകരുമായി ചേർന്ന് നടത്തുന്ന ഈ കൂട്ടായ യജ്ഞത്തിന് 27 വർഷങ്ങളുടെ വലിയ പാരമ്പര്യം തികയുന്ന ഇന്ന് ഈ മനോഹരമായ ഈ ഒരു ചൈതന്യ സമന്വയത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. പുസ്തകം മരിക്കുന്നെന്ന് ഭയപ്പെടുന്നത് നമ്മളാണ്. ഒരു കാലത്തും ഒരു സാഹിത്യകാരനും മികച്ച സാഹിത്യകാരന്മാർക്ക് ആർക്കും ആ ഭയം ഉണ്ടായിരുന്നിട്ടില്ല. നിയതമൊരു നൂറ്റാണ്ട് കഴിയവേ വന്നങ്ങ് ജയമുരളി ഊതി ഞാൻ ജാഗരം നിന്നിടും, വരും അവിടെ അങ്ങയെ കുമ്പിടാൻ ഇന്നുള്ള അരികളുടെ മക്കളും മക്കൾതൻ മക്കളും, തവ തനുവിൽ ഇക്കൂട്ടർ വീഴ്ത്തുന്ന പൂഴി കൊണ്ട് അവരുടെ നിലത്തെഴുത്ത് അന്ന് സാധിക്കണം എന്ന് മഹാകവി ഉള്ളൂരാണ് പാടിയത്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തന്റെ ആ വലിയ സിദ്ധിയുടെ മുന്നിൽ കൈകൂപ്പുന്ന ഒരു മഹാസമൂഹത്തെ ദീർഘദർശനം ചെയ്യാൻ കഴിയുന്നവനാണ് സാഹിത്യകാരൻ. അത്തരത്തിലുള്ള ധാരാളം പേരുടെ കൃതികളെ ഏറെ വലിയൊരു പ്രയത്നത്തിലൂടെ ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ മഹായജ്ഞവും ഏറെ പുണ്യം സിദ്ധിച്ച ഒരു ആത്മീയ പ്രവർത്തനം തന്നെയാണ്. ആ ഒരു മഹാപ്രവർത്തനത്തിന്റെ പുണ്യം ഏറ്റുവാങ്ങുന്ന ഇതിന്റെ സംഘാടകർക്ക് ആശംസകൾ നേരുകയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ ഇതെല്ലാം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അവരുടെ ആ ഒരു ദീർഘദർശനം നിറഞ്ഞ ചിന്ത, അവരുടെ ക്രാന്തദർശിത്വം ഇതിനോടൊപ്പം പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് ഈ യജ്ഞവും. കാരണം they also serve who stand and wait. ഇത്തരത്തിൽ വേദികൾ ഒരുക്കി നമ്മെ വീണ്ടും വീണ്ടും ആ മഹാത്ഭുതങ്ങളുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവരും തീർച്ചയായും പ്രശംസ അർഹിക്കുന്ന ആദരവർഹിക്കുന്ന ഒരു മഹാകർമ്മം തന്നെ ചെയ്യുന്നു. അതിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന കലാപ്രകടനങ്ങളുടെ വേദിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കട്ടെ. നന്ദി. ഈ ദർശന അന്താരാഷ്ട്ര പുസ്തകമേളയോട് അനുബന്ധിച്ച് പ്രസ് ക്ലബിലെ ജേർണലിസം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ദർശനവാണി എന്ന ഡെയിലി ബുള്ളറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി. ദർശനയുടെ നേതൃത്വത്തിൽ സമാരംഭിച്ച ഈ പുസ്തകമേള ഇന്ന് ജില്ലാ ഭരണകൂടവും മഹാത്മാഗാന്ധി സർവകലാശാലയും അതുപോലെ തന്നെ കോട്ടയം നഗരസഭയും ഇവിടുത്തെ സാമൂഹിക സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും അടങ്ങുന്ന ഒരു സംഘാടക സമിതിയാണ് ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വം കൈയാളുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും സാഹിത്യ നായകന്മാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി അവർക്കും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങളോടൊപ്പം തന്നെ നേതൃത്വം വഹിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ BN വാസവൻ അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രസാധകർക്കും ഇതിൽ ഈ സാംസ്കാരിക സായാഹ്നങ്ങളിലൂടെ എത്തിച്ചേരാനിരിക്കുന്ന മുഖ്യ അതിഥികൾക്കും സർവോപരി ഈ നഗരത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.